കുന്നംകുളം ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPIയുടെ പിന്തുണയോടെ UDFന് വിജയം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച UDF സ്ഥാനാർത്ഥി നിധീഷ് SDPIയുടെ 2 വോട്ടുകൾ ഉൾപ്പെടെ 7 വോട്ടുകൾ നേടിയിട്ടുണ്ട്. MS അലിഷോയാണ് വിവരങ്ങളുമായി. അലിഷോ, ഇതാ പത്തനംതിട്ടയിൽ SDPI പിന്തുണയിൽ വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് UDF പ്രതിനിധി രാജിവെച്ചിരിക്കുന്നു. ഇവിടുത്തെ സാഹചര്യം എന്താണ്? പിന്തുണ സ്വീകരിക്കാം എന്ന നിലപാടുണ്ടോ, അതോ രാജിയിലേക്ക് പോകുമോ? നിലവിൽ രാജിയിലേക്ക് പോയിട്ടില്ല. കുന്നംകുളം ചൊവ്വന്നൂരിൽ ആകെ 14 അംഗങ്ങളാണ് പഞ്ചായത്തിലേക്കുള്ളത്. ഇതിൽ LDFന് 6 അംഗങ്ങളും UDFന് 5 അംഗങ്ങളും SDPIക്ക് 2 അംഗങ്ങളും NDAക്ക് 1 അംഗവുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ആണ് ഈ നിതീഷ് AM എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. UDFന് 5 വോട്ടുകൾക്ക് പുറമെ SDPIയുടെ 2 വോട്ടുകൾ ആകെ അങ്ങനെ 7 വോട്ടുകൾ നേടിക്കൊണ്ടാണ് SDPIയുടെ പിന്തുണയോടുകൂടി UDF പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിരിക്കുന്നത്. അതോടുകൂടി ഈ ഭരണത്തിൽ നിന്ന് അതായത് ഈ LDFനെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു നിലപാടാണ് SDPI തീരുമാനിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ പിന്തുണ ലഭിച്ചതോടുകൂടി സ്ഥാനം രാജിവെക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ VD സതീശൻ കഴിഞ്ഞ ദിവസം എടുത്ത നിലപാടെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ, അത് മുന്നണിയിലില്ലാത്ത കൂട്ടുകെട്ടുകൾ, അത് കൃത്യമായി രാജിവെക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് അടാട്ട് പഞ്ചായത്തിലാണ്. അടാട്ട് പഞ്ചായത്തിലും നിർണായകമായ ഒരു കാര്യം തന്നെയാണ് നടക്കുന്നത്. അതായത് ഇവിടെ അനിലക്കരെ മത്സരിച്ച പഞ്ചായത്താണ്. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. എന്തായാലും SDPIയുടെ പിന്തുണയോടുകൂടി ചൊവ്വന്നൂരിലാണ് UDF ഭരണം നേടിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ അനിലക്കരെ ഇപ്പോൾ ഈ വോട്ടെടുപ്പിൽ 8 വോട്ടുകൾ നേടി എന്നുള്ളത് തന്നെയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമാകും. അടാട്ട് പഞ്ചായത്തിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മൾ പങ്കുവച്ച വാർത്ത അത് കുന്നംകുളം ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPIയുടെ പിന്തുണയോടെ UDFന് വിജയം എന്താണ്.